Hi friends, welcome to my YouTube channel. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവ വലത്തിയതാണ്. ഇത് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് വലത്തിയതാണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നമുക്ക് കണവേനെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് ആദ്യമേ ഇതിൻ്റെ തല മാറ്റിയെടുക്കണം. ഇതിൻ്റെ ബോഡിയിലുള്ള ഈ പെന്ന് പറഞ്ഞ സാധനം ഊരിയെടുക്കണം. ഇത് ഒടിഞ്ഞു പോയി, അതുകൊണ്ട് ഇതിന് രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഊരിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മഷി പൊട്ടിയാലും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെ ഇത് പാസ്ത ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മഷി ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ തൊലി കളയാതെ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല, ചെറുതായിട്ട് ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കട്ട് ചെയ്യാൻ എളുപ്പം ചിറകൊക്കെ മാറ്റിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചിറക് ഞാൻ മാറ്റിയെടുക്കുവാണ്. ഇനി നമുക്ക് അതിൻ്റെ തല ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ നീണ്ട് കിടക്കുന്ന രണ്ട് കൈകളുണ്ട്, അത് ആദ്യമേ നമുക്ക് മുറിച്ച് കളയാം. ഇതിൻ്റെ കൈകളുടെ തൊട്ട് താഴെയായിട്ട് മുറിച്ച് വേണം അതിൻ്റെ ഉടൽ മുറിച്ച് കളയാനായിട്ട്. ഇതിൻ്റെ വാ ഇതിനകത്തായിട്ടുണ്ട്, നമുക്കിതെടുത്ത് മാറ്റാം. ഇതിൻ്റെ വായ്ക്കകത്ത് ചുണ്ടുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇനി ഇതിൻ്റെ തലയിലുള്ള തൊലികൾ കളയാം. ഇതിനകത്തായിട്ട് ഇതിൻ്റെ പല്ലുകളുണ്ട്, ഒരു റിങ് പോലെയായിരിക്കും ഇരിക്കുന്നത്, അത് വലിച്ചു കളയണം. ഇനി ഇതിൻ്റെ വായിലുള്ള കൊക്ക് പോലുള്ള സാധനം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ചുമ്മാതെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഒരു ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരു ചെറുതൊക്കെയാണ്, ഒരു 3 ആയിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. തീരെ കനം കുറച്ച് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കുറച്ച് ഉപ്പും വിനാഗിരി ഇട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകണം. ഇതിൻ്റെ ഉടലും തലയും ഞാൻ രണ്ടായിട്ടാണ് കഴുകുന്നത്. ഇതിൻ്റെ തലയിൽ മണ്ണുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കഴുകണം. ഇനി കൂന്തൽ വേവിക്കാൻ വേണ്ടിയുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കാം. ഒരു 8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് വേണ്ടത്. ഇത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൽ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കൂന്തൽ തിരുമ്മി പിടിപ്പിക്കാം. ഇതിലേക്ക് ഒരു 3 ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ചേർക്കാം. ഒത്തിരി പുളിയുടെ ആവശ്യമില്ല. ഒത്തിരി പുളി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ദശയിൽ കൂടുതൽ പുളി പിടിക്കും, അപ്പം ടേസ്റ്റ് വല്ലാണ്ട് മാറും. അതുകൊണ്ട് ഒത്തിരി പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു മീഡിയം ടെമ്പറേച്ചറിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കൂന്തലിൻ്റെ വേവ് ഒന്നെങ്കിൽ ഒരു 3 മിനിറ്റുള്ളിൽ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ 30 മിനിറ്റ് കൂടുതൽ വേവിക്കണം. ഇതിൻ്റെ ഇടയിലുള്ള വേവിൽ റബ്ബർ പോലെയാവും. അതുകൊണ്ട് ഞാനിവിടെ പുളിയൊക്കെ പിടിക്കാനായിട്ട് 30 മിനിറ്റ് കൂടുതലാണ് വേവിക്കുന്നത്. കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന് ഒത്തിരി പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എത്ര എരിവ് വേണോ അത് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നതാണ് ഇതിന് നല്ലത്. ഇത് വേവിക്കാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റ് കൂടുതലായി. ഇനി ഇത് തുറന്നു വെച്ച് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. നമുക്ക് ഈ സമയം ഇതിലേക്ക് മൂപ്പിച്ച് ചേർക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളി എടുക്കാം. ഞാനിവിടെ ഒരു 7-8 ഉള്ളിയും ഒരു 6 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ തൊലി പൊളിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും വലിയ തൊലി കടന്നു കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിപ്പോൾ വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഇനി തീ ഓഫ് ചെയ്യാം. ഇനി കൂന്തൽ വഴറ്റാനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഒത്തിരി നേരം വഴറ്റരുത്, ഇത് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 കപ്പ് ചിരണ്ടിയ തേങ്ങ ഇട്ട് ഇനി ഒരു 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഇടുമ്പം ടെമ്പറേച്ചർ ഏറ്റവും ലോയിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലിട്ട് ഒരു 3-4 മിനിറ്റ് ചെറു തീയിൽ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റായി വഴറ്റാൻ തുടങ്ങിയിട്ട് ഇത് ആവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റർ കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ആദ്യമായിട്ടാണോ കൂന്തൽ കഴിക്കുന്നത് കുട്ടൻ? അതെ. എന്നിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര നല്ലതാ. സ്പൈസി ആണോ? ഇച്ചിരി സ്പൈസി, പക്ഷെ ഭയങ്കര നല്ലതാ. എനിക്ക് ഇഷ്ടമായോ? ഓക്കെ.
എൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കില്ല. ബൈ.